ഹലോ, ഇന്നൊരു ജാമ്പയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ അഡിക്റ്റ് ആയി പോകുന്ന ടൈപ്പിൽ ഒരു റെസിപ്പി ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം. ഇതിനായിട്ടപ്പോൾ ഞാൻ അടുപ്പിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ട്രൈ ചെയ്യാം. പക്ഷേ നല്ലെണ്ണ ഞാൻ അങ്ങനെ ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് നല്ലെണ്ണ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഒരേപോലെ നമുക്ക് ടേസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടി വരുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് കുറച്ച് പച്ച ഉലുവ ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ നമുക്ക് വറുത്ത് വെച്ച ഉലുവ വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കളർ മാറി വരുന്ന ഒരു ടൈമിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 12-20 വെളുത്തുള്ളി അതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂടെ കുറച്ച് പച്ചമുളകും അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. 1-2 പച്ചമുളക് നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യത്തിന്, ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരളവിൽ. പക്ഷേ ഈ ഒരു മസാല മാത്രം ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോ ആക്കി ഇട്ടിരുന്നാലും കുഴപ്പമില്ല. ഇതിനെപ്പോഴും നമ്മൾ ഓർഡർ അനുസരിച്ച് പൊടികളെല്ലാം ഇടുമ്പോഴത്തേക്കാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് ഉരുവി അതിൻ്റെ കളർ ഒന്ന് നല്ല ഒരു ചുമന്ന കളറിലേക്ക് മാറി ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള കായം ഇടും. കായത്തിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വിനാഗിരി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു അളവിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് ജാമ്പയ്ക്കാണെങ്കിൽ ജാമ്പയ്ക്ക, അല്ലെങ്കിൽ മാങ്ങയാണെങ്കിൽ മാങ്ങ, ഏതാണോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ജാമ്പയ്ക്ക അച്ചാറാണ് ഇടുന്നത്. അപ്പോൾ ജാമ്പയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി ജസ്റ്റ് ഒരു 2 തിളയിൽ തിളയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ജാമ്പയ്ക്കയുടെ ഒരു വെള്ളം കുറച്ച് അതിലേക്കൊന്ന് ഇറങ്ങും. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലപോലെ വേവിക്കേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് വേവിച്ച് ഇറക്കി വയ്ക്കുക. അപ്പോൾ തന്നെ നല്ല കളറും ഒപ്പം അപ്പോൾ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയ ഒരു ജാമ്പയ്ക്ക അച്ചാർ നിങ്ങൾക്ക് കിട്ടും.